Okay, this line is in succession of such loops up the side valleys or round the hillside alternatively with the principle of maintaining convenient side slopes which is at right angles to the direction of alignment. Okay, so ഇതിലെ ഫസ്റ്റ് എന്താണ് പറയുന്നത്, ഒരു സർക്കുലർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യും. Okay, so in such at a favorable points the line makes a half circle loop. Okay, ഒരു half circle loop ക്രിയേറ്റ് ചെയ്തിട്ട് and return upon itself in order to gain a height at the expense of the losing distance. Okay, so ഒരു സർക്കുലർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു സർക്കുലർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് സ്ട്രെയിറ്റ് പോർഷൻസിൽ വന്ന് നിൽക്കും. ഓക്കെ, ദിസ് ലൈൻസ് ഈസ് ഇൻ സക്സഷൻ ഓർ സച്ച് ലൂപ്സ് അപ്പ് ദ സൈഡ് വാലീസ് ഓർ ദ അറൌണ്ട് ദ ഹിൽ സൈഡ്സ് ഓൾട്ടർനേറ്റീവ്ലി വിത്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് മെയിൻറ്റെയിനിങ് കൺവീനിയന്റ് സൈഡ് സ്ലോപ്സ് which is at a right angles to the direction of alignment. Okay, so ഒരു എന്താണ് സൈഡ് വാലീസ് ഓർ ദ ഹിൽസ് ഹൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൈറ്റ് ആംഗിൾ സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഒരു സിക്സാക് മാനറിൽ ട്രാക്ക് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് സിക്സാക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും ഒരു സിക്സാക് മാനറിലാണ് ഇതിന്റെ ട്രാക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അതിനെയാണ് സിക്സാക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ദറ്റ് ഇസ് ബൈ സ്വിച്ച് ബാക്ക് ഡെവലപ്മെന്റ്. ബൈ സ്വിച്ച് ബാക്ക് ഡെവലപ്മെന്റ്, സോ ഇതിൻ്റെ അകത്ത് എന്താണ്, ഇത് സിക്സാക് മാനറിൽ പോലെ തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഫിഗറിൽ കാണുന്നത്. സോ ഇതിൽ എന്താണ് വേരിയസ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. എ എന്നൊരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദെൻ ബി എന്നൊരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദെൻ സി എന്നൊരു പോയിന്റ്, ദെൻ ഡി എന്നൊരു പോയിന്റ്. ഓക്കെ, സോ ഇതിൽ എ ആൻഡ് ബി എന്ന് പറയുന്നത് സ്വിച്ച് പോയിന്റ്സ് ആയിരിക്കും. ഓക്കെ, സ്വിച്ച് പോയിന്റ്സ് ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ സി ആൻഡ് ഡിക്ക് പറയുന്നതാണ് ബഫർ സ്റ്റോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എ ആൻഡ് ബി എന്ന് പറയുന്നത് സ്വിച്ച് പോയിന്റ്സ് ആയിരിക്കും. ദെൻ സി ആൻഡ് ഡി എന്ന് പറയുന്ന ബഫർ സ്റ്റോപ്സ് ആയിരിക്കും. ഓക്കെ, സോ ഇതിൽ in case of very steep side slopes a considerable gain is accomplished by switchbacks. Okay, so in the case of a very steep side slopes, okay, steep side slopes ഉള്ള ഏരിയാസിലൊക്കെ ആണെങ്കിൽ എന്താണ് കൺസിഡറബിൾ ഗെയിൻ ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ സ്വിച്ച് ബാക്സ്. ഓക്കെ, സ്വിച്ച് ബാക്സ് പ്രൊവൈഡ് ചെയ്തിട്ട് എന്താണ് ഒരു എന്താണ് ഇൻ ദ കേസ് ഓഫ് എ വെരി സ്റ്റീപ്പ് സൈഡ് സ്ലോപ്സ് എ കൺസിഡറബിൾ ഗെയിൻ ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ സ്വിച്ച് ബാക്സ്. ഓക്കെ, സോ സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ലോപ്പ് ഉള്ള ഏരിയാസിലൊക്കെ ആണെങ്കിൽ എന്താണ് സ്വിച്ച് ബാക്സ് പ്രൊവൈഡ് ചെയ്തിട്ട് ഇതേ പോണക്കത്തെ ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ട് എന്താണ് ട്രാവലിംഗ് നടത്താം, അലൈൻമെന്റ് ട്രാക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, so in figure A and B are the switches and C and D are the buffer stops. A and B എന്ന് പറയുന്നതായിരിക്കും, A and B എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് സ്വിച്ചസ് എന്ന് പറയുന്നത്. സ്വിച്ചസ് എന്ന് പറയുന്നത് A and B ആയിരിക്കും. ആൻഡ് C and D എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് ബഫർ സ്റ്റോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ A and B എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് സ്വിച്ചസ്, ആൻഡ് C and D എന്ന് പറയുന്നതായിരിക്കും ബഫർ സ്റ്റോപ്സ് എന്ന് പറയുന്നത്. ദെൻ the vertical curve is provided to bring the trains to a stop slowly and gradually without the use of brakes, and so the train stops at the switch points and hence the switches preferably should be located in a station yard. Okay, എന്താണ് പറഞ്ഞിരിക്കുന്നത്, the vertical curve is provided to bring the train to a stop slowly and gradually without the use of brakes. Okay, brakes ഒന്നും അപ്ലൈ ചെയ്യാതെ തന്നെ എന്താണ് ട്രെയിൻസിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു കർവ്ഡ് പോർഷൻസ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ദ വെർട്ടിക്കൽ കർവ്സ്, ഇവിടെ വെർട്ടിക്കൽ കർവ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, വെർട്ടിക്കൽ കർവ്സ് ഈസ് പ്രൊവൈഡഡ് ടു ബ്രിങ് ദ ട്രെയിൻ ടു എ സ്റ്റോപ്പ് സ്ലോലി ആൻഡ് ഗ്രാജുവലി വിത്തൗട്ട് അപ്ലൈയിങ് ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ തന്നെ സ്റ്റോപ്പ് പൊസിഷനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ദാറ്റ് ഈസ് വെർട്ടിക്കൽ കർവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, then so the train stops at switch points and hence the switches preferably should be located in a station yard. Okay, so switch points ലായിരിക്കും ട്രെയിൻസ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, സ്വിച്ച് പോയിന്റ്സ്. സോ ഇവിടെ സ്വിച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, എ ആൻഡ് ബി എന്ന് പറയുന്നതാണ് സ്വിച്ച് പോയിന്റ്സ്. സോ ഈ എ ആൻഡ് ബി എന്ന പോയിന്റ്സിൽ എന്താണ്, സോ എങ്ങനെയാണ് ഈ ഒരു പോർഷനിൽ കൂടെ ട്രെയിൻ വരുന്നു. സോ ട്രെയിൻ വന്നു കഴിഞ്ഞിട്ട് എന്താണ് ഈ ഒരു എ എന്നൊരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോഴത്തേനും എന്താണ് സ്റ്റോപ്പ് ചെയ്തിട്ട് എ എന്ന പോർഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. സോ ആ ഒരു ഡിസ്റ്റൻസിനെയാണ് സി എന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, സി എന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. സോ എ എന്നൊരു പോയിന്റിൽ വന്നിട്ട് എന്താണ് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുന്നു.
ദെൻ ഇവിടെ ബി എന്നൊരു പോയിന്റ് ഉണ്ട്, ഈ ഒരു ബി എന്നൊരു പോയിന്റിൽ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ദെൻ ഈ സി ആൻഡ് ഡി എന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത് ബഫർ സ്റ്റോപ്സ് ആണ്. സോ എ ടു ഇവിടെ വരുമ്പോഴത്തേനും ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്ത് ദെൻ ബാക്ക്വേർഡ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. സോ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇവിടെ വന്ന് സ്റ്റോപ്പ് ആവുന്നു. ദെൻ പിന്നെ കുറച്ച് ഡിസ്റ്റൻസ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നു. ദെൻ ഈ ഒരു ഡിസ്റ്റൻസിലോട്ട് പോകുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. ഓക്കെ, ദെൻ അതിനെയാണ് ബൈ സ്വിച്ച് ബാക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, then by spiral or complete loop development. Okay, so next പറയുന്നത് by spiral or complete loop developments. So a spiral is a doubling back of line upon itself around the side of a valley or basin of a hill so that it crosses and returns under itself at a lower elevation. Okay, so by spiral or complete loop developments. Okay, so by spiral or complete loop development, then that is അതിനകത്ത് പറയുന്നത് spiral is a doubling back of the line upon itself, then round the side of a valley or a basin of a hill so that it crosses and returns under itself at a lower elevation. So ഒരു വാലി കൂടെ മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹില്ലി കൂടെ മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? സോ ഒരു വാലി കൂടെ അല്ലെങ്കിൽ ഹില്ലി കൂടെ മൂവ് ചെയ്യുമ്പോൾ സെയിം പോയിന്റ്സിലൂടെ കൂടെ തന്നെ പിന്നെയും ട്രാവൽ ചെയ്യുന്നു. സോ അതെങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? അതായത് ഒന്നെങ്കിൽ ഫ്ലൈ ഓവേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ട്, ഓക്കെ, സോ ഒരു ബോട്ടം പോർഷനിൽ കൂടെ കയറി വന്നിട്ട് വാലിസിൽ കൂടെ ഇങ്ങനെ കയറി വന്നിട്ട് എന്താണ് ഫ്ലൈ ഓവേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് ടോപ്പിൽ കൂടെ ആ സെയിം പോയിന്റിനെ പാസ് ചെയ്ത് പിന്നെ പോകുന്ന ഒരു ലൂപ്പായിട്ട് ഇങ്ങനെ കറങ്ങുന്നതിനെയാണ് എന്ന് പറയുന്നത് ബൈ സ്പൈറൽ ഓർ കംപ്ലീറ്റ് ലൂപ്പ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്പൈറൽസ് ആർ ഓഫ് 2 ടൈപ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ പറയുന്നത് എ ബ്രിഡ്ജ് സ്പൈറൽ. ഓക്കെ, ഫസ്റ്റ് വൺ പറയുന്നതാണ് ബ്രിഡ്ജ് സ്പൈറൽ. സോ സ്വിങ്സ് അറൌണ്ട് ദ സ്ലോപ്സ് ഓഫ് എ വാലി വേർ എ ബ്രിഡ്ജ് ഓർ എ viaduct can span the valley at a considerable height. So bridge spiral can be used for a narrow valley. Okay, so narrow valley യുടെ കേസിലാണെങ്കിൽ, ഓക്കെ, നാരോ വാലീസിന്റെ കേസിലാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പോയിന്റ്സ് കൂടെ ട്രെയിൻ വന്നിട്ട് ഇതിലേക്കൂടെ മൂവ് ചെയ്ത് ഈ ഒരു സെയിം പോയിന്റിൽ കൂടെ തന്നെ ട്രാവൽ ചെയ്ത് പോകുന്നു. ഓക്കെ, സോ ഈ ഒരു സെയിം പോയിന്റിൽ കൂടെ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ എന്താണ് അതൊരു ഫ്ലൈ ഓവറിലോട്ട് അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് സെക്ഷനിലോട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലൈ ഓവറിലോട്ടായിരിക്കും അത് കയറുന്നത്. ഓക്കെ, സോ ഒരു ബോട്ടം പോർഷനിൽ കൂടെ ലോവർ ലെവലിൽ കൂടെ വന്നിട്ട് ട്രാവൽ ചെയ്ത് ഒരു ഫ്ലൈ ഓവറിൽ കൂടെ മേളിൽ കൂടെ പോകുന്നു, ആ സെയിം പോയിന്റിൽ കൂടെ തന്നെ പോകുന്നു. ഓക്കെ, ദെൻ അതിനെയാണ് എ ബ്രിഡ്ജ് സ്പൈറൽ എന്ന് പറയുന്നത്. സോ എ ബ്രിഡ്ജ് സ്പൈറൽ swings around the slope of a valley where a bridge or a viaduct can span the valley at a considerable height. So bridge spiral can be used for a narrow valley. Okay, so next പറയുന്നതാണ് tunnel spiral. Okay, a tunnel spiral curves around the slope of a hill. Then this gives a more favorable gradient than in descending with the slope of the valley on one side only as in the case of zigzag development. Okay, so ഇതിലും സെയിം രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, സെയിം പോയിന്റിൽ കൂടെ വരുന്നത്. സോ ഈ ഒരു കേസിൽ എന്താണ് ഹില്ലി റീജിയൻസിൽ വരുമ്പോഴാണ് പറയുന്നത്. ഓക്കെ, ഹില്ലി റീജിയൻസിൽ വരുമ്പോൾ ദാറ്റ് ഈസ് മറ്റേത് വാലി സെക്ഷൻസിൽ കൂടെ പാസ് ചെയ്യുമ്പോഴായിരുന്നു ഒരു ഫ്ലൈ ഓവേഴ്സിൽ കൂടെ കയറി പോകുന്ന രീതിയിൽ പറയുന്നത്. ഇത് വരുന്നത് ഹില്ലി പോർഷൻസിൽ അല്ലെങ്കിൽ മൗണ്ടൻ റീജിയൻസിലൊക്കെ വരുമ്പോഴാണ് പറയുന്നത്. കോസ് അറൌണ്ട് ദ സ്ലോപ്പ് ഓഫ് ഹിൽ, then this gives more favorable gradient than in descending with the slope of the valley and on one side only as a case of zigzag development. Okay, zigzag development പോലെ തന്നെ ഒരു മൂവ്മെന്റ് ആണ് ഇതിലും നടക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞാണ് സിക്സാഗ് ഡെവലപ്മെന്റ് പറഞ്ഞു. സോ സിക്സാഗ് മാനറിൽ ട്രാക്ക് അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ. ദെൻ നെക്സ്റ്റ് പറഞ്ഞ ബൈ സ്വിച്ച് ബാക്ക് ഡെവലപ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞു. അതിനൊരു ഫസ്റ്റ് 2 സ്റ്റോപ്പ് പോയിന്റ്സ് ഉണ്ട്, അത് സ്വിച്ച് പോയിന്റ്സ് എന്നാണ് അതിന് പറയുന്നത്. എ ആൻഡ് ബി എന്ന് പറയുന്നത്, സി ആൻഡ് ഡി എന്ന് പറയുന്നത് എന്താണ് അതിന് പറയുന്നതാണ് ബഫർ പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഡയറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് മൂവ്മെന്റ്സ് നടത്തുന്നു. ഇവിടെ വരുമ്പോൾ സ്റ്റോപ്പ് ആവുന്നു, സ്റ്റോപ്പായിട്ട് കുറച്ചും കൂടെ മൂവ്മെന്റ്സ് നടത്തിയതിനു ശേഷം ബാക്ക് റിവേഴ്സ് വരുന്നു. സോ റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് ഇതിലെ കൂടെ മൂവ് ചെയ്ത് ഇങ്ങനെ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് നടത്തുന്നു, ദെൻ കുറച്ചും കൂടെ മൂവ് ചെയ്യുന്നു, ദെൻ മുന്നോട്ട് ഇങ്ങനെ പോകുന്നു. ഓക്കെ, സോ ഈ ഒരു അറേഞ്ച്മെന്റിനാണ് ബൈ സ്വിച്ച് ബാക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ബൈ സ്പൈറൽ ഓർ കംപ്ലീറ്റ് ലൂപ്പ് ഡെവലപ്മെന്റ്സ്. ദെൻ ഇതിൽ 2 ഉണ്ട്, എന്താണ് വാലി കൂടെ മൂവ് ചെയ്യുന്നത്,
ദെൻ സെയിം പോയിന്റിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒന്ന് ബോട്ടത്തിൽ കൂടെ പാസ് ചെയ്ത് വന്ന് എന്താണ് ഫ്ലൈ ഓവേഴ്സിൽ കൂടെ മൂവ് ചെയ്ത് പോകുന്നത് സെയിം പോയിന്റിനെ കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടണൽ സ്പൈറൽസ് ആണ്. അത് ഹിൽ സ്ലോപ്സിൽ കൂടെ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ഇങ്ങനത്തെ ഒരു സിക്സ് ആക് ഡെവലപ്മെന്റിന്റെ രീതിയിൽ തന്നെ പോകുന്ന രീതിയിലുള്ള ട്രാക്കിന്റെ അലൈൻമെന്റ് കൊടുക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ പറയുന്നതാണ് ദാറ്റ് ഈസ് എക്കണോമിക് കൺസിഡറേഷൻസ്. സോ അലൈൻമെന്റ് ഷുഡ് ബി എക്കണോമിക്കൽ. Best alignment is the one which gives the maximum annual return are given by the formula. Okay, so ബെസ്റ്റ് അലൈൻമെന്റ് എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം റിട്ടേൺ കിട്ടുന്നതിനനുസരിച്ച്, അതായത് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന ടൈപ്പ് ഓഫ് അലൈൻമെന്റിനെയാണ് ബെസ്റ്റ് അലൈൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പം നമ്മളൊരു അലൈൻമെന്റ് സെറ്റ് ചെയ്തു. സോ ആ അലൈൻമെന്റിൽ സെറ്റ് ചെയ്തതിനനുസരിച്ച് എന്താണ് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. സോ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ പാസഞ്ചേഴ്സിന്റെ ട്രാൻസ്പോർട്ട് വഴി ഒരുപാട് പ്രോഫിറ്റ് അല്ലെങ്കിൽ മേജർ സിറ്റീസിനെയൊക്കെ കണക്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ റൂട്ട് സെറ്റ് ചെയ്യുന്നതെങ്കിൽ സോ ഒരുപാട് പ്രോഫിറ്റ് കിട്ടും. അല്ലെങ്കിൽ ഒരുപാട് മാക്സിമം ആനുവൽ റിട്ടേൺ കിട്ടുന്ന റൂട്ടാണെങ്കിൽ അതിനെയാണ് ബെസ്റ്റ് അലൈൻമെന്റ് എന്ന് പറയുന്നത്. ദെൻ ആർ ഈസ് ഈക്വൽ ടു ഗ്രോസ് റവന്യൂ ആർ മൈനസ് ആനുവൽ റണ്ണിങ് എക്സ്പെൻസസ് ഇ ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, സോ ആർ എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ആനുവൽ റിട്ടേൺ. മാക്സിമം ആനുവൽ റിട്ടേൺ ആർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് റവന്യൂ ആർ മൈനസ് ആനുവൽ റണ്ണിങ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ്. അതിനെയാണ് മാക്സിമം ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ മാക്സിമം ആനുവൽ റിട്ടേൺ അനുസരിച്ചായിരിക്കും അതിനനുസരിച്ചാണ് ബെസ്റ്റ് അലൈൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് എക്കണോമിക് കൺസിഡറേഷൻസിനകത്ത് വരുന്നത്. സോ നെക്സ്റ്റ് ആണ് അതർ കൺസിഡറേഷൻസ്. സോ ഇതിൽ എന്താണ് വരുന്നത്? വൈൽ അലൈനിങ് ദ ട്രാക്ക് ജിയോളജിക്കൽ ഫോർമേഷൻ ഷുഡ് ബി സ്റ്റഡീഡ് ഫോർ ദ ഫോളോയിങ് റീസൺ. ഫസ്റ്റ്, ദ അലൈൻമെന്റ് ഷുഡ് ബി മെയ്ഡ് ഓൺ എ ഗുഡ് സോയിൽ. ദെൻ ദ അലൈൻമെന്റ് ഷുഡ് ബി സോ ലേഡ് ദാറ്റ് it is free of slips or slides. Then alignment should not be of rocky soil. Okay, so എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ വേറെ കൺസിഡറേഷൻസ് പറയുന്നത് എന്തൊക്കെയാണ്? ദാറ്റ് ഇസ് ജിയോളജിക്കൽ ഫോർമേഷൻസ്. ജിയോളജിക്കൽ ഫോർമേഷൻസ് ഒക്കെ നമ്മൾ സ്റ്റഡി ചെയ്യണം. ഓക്കെ, ഒരു ട്രാക്കിന്റെ അലൈൻമെന്റ് സെറ്റ് ചെയ്യുമ്പോൾ എന്നാണ് ജിയോളജിക്കൽ ഫോർമേഷൻസിനെ കുറിച്ചൊക്കെ സ്റ്റഡി വേണം. ഓക്കെ, സോ ദാറ്റ് ഈസ് എന്താണ്? ഗുഡ് സോയിൽ ആയിരിക്കണം. ലൂസ് സോയിൽ കൂടെ ഒന്നും കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല. ദെൻ റോക്കി സോയിൽ കൂടെ ദാറ്റ് ഈസ് അലൈൻമെന്റ് ഷുഡ് നോട്ട് ബി ഓൺ ദ റോക്കി സോയിൽ കൂടെ ആവാൻ പാടില്ല. അതുപോലെ തന്നെ അലൈൻമെന്റ് ഷുഡ് ബി മെയ്ഡ് ഓൺ എ ഗുഡ് സോയിൽ കൂടെ ആയിരിക്കണം. ബ്ലൂ സോയിൽ ഒന്നും ആവാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ദെൻ ഒരുപാട് സ്ലിപ്പ് ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ ദാറ്റ് ഈസ് അലൈൻമെന്റ് ഷുഡ് ബി സോ ലേഡ് ദാറ്റ് ഇറ്റ് ഈസ് ഫ്രീ ഓഫ് സ്ലിപ്സ് ഓർ സ്ലൈഡ്സ്. ഓക്കെ, സ്ലിപ്സ് ഒന്നും ഉണ്ടാവാതെ ആക്സിഡൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള റീജിയൻസ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദീസ് ആർ ദ വേരിയസ് അതർ കൺസിഡറേഷൻസ് അക്കോർഡിംഗ് ടു ജിയോളജിക്കൽ കൺസിഡറേഷൻസ് പറയുന്നത്, ജിയോളജിക്കൽ ഫോർമേഷൻസിനനുസരിച്ച് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? That is then effect of flood and climate on the alignment is important due to the following reasons. Okay, flood, that is effect of flood and climatic conditions. First പറഞ്ഞ ജിയോളജിക്കൽ ഫോർമേഷൻസിനനുസരിച്ചാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് എന്താണ്? ഫ്ലഡ് അല്ലെങ്കിൽ എന്താണ് ക്ലൈമറ്റിക് കണ്ടീഷൻസിനനുസരിച്ച് വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഓക്കെ, then that is വാട്ടർ ലോഗ്ഡ് ഏരിയാസ് ഷുഡ് ബി അവോയ്ഡഡ്. ഓക്കെ, സോ വാട്ടർ ലോഗ്ഡ് ഏരിയാസിലൊക്കെ കൂടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫസ്റ്റ് സ്ട്രെങ്തനിങ് മെത്തേഡ്സ് ഒരുപാട് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. ഓക്കെ, സോ അപ്പോൾ വാട്ടർ ലോഗ്ഡ് ഏരിയാസ് അവോയ്ഡ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ അലൈൻമെന്റ് സെറ്റ് ചെയ്യുമ്പോൾ എന്താണ്? വാട്ടർ ലോഗ്ഡ് ഏരിയാസ് സെലക്ട് ചെയ്യാൻ പാടില്ല. ദെൻ കട്ടിംഗ് ഇൻ സ്നോഫാൾ ഏരിയാസ് ഷുഡ് ബി അവോയ്ഡഡ് ആസ് ഇറ്റ് റിസൾട്ട്സ് ഇൻ ട്രബിൾ ഓഫ് ക്ലിയറിംഗ് ദ ട്രാക്ക് ഓൾ ദ ടൈം. ഓക്കെ, സോ സ്നോഫാൾ ഏരിയാസിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കട്ടിങ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. സോ അങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? ട്രാക്കിൽ ഫുള്ള് വന്ന് സ്നോ ഒക്കെ നിറഞ്ഞതിന് ശേഷം എന്താണ് ക്ലിയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ സ്നോഫാൾ ഉള്ള റീജിയൻസിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കട്ടിങ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യാത്ത രീതിയിലുള്ള അലൈൻമെന്റ് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദ cutting in the snowfall area should be avoided as it results in the trouble of clearing the track all the time. Next is the in colder regions the track should be aligned on that side of the hill which is not affected by winds. A sun facing side is desirable. Okay, so in colder regions the track should be aligned on that side of the hill which is not affected by winds. A sun facing side is desirable. Okay, so cold regions ലാണെങ്കിൽ എന്താണ്? സോ വിൻഡിനെ അഫക്ട് ചെയ്യാത്ത റീജിയൻസ്. സോ ദ
in colder regions, track should be aligned on that side of the hill which is not affected by the winds. Okay, so wind affect ചെയ്യാത്ത റീജിയനിൽ വേണം എന്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? കോൾഡ് റീജിയൻസിലാണെങ്കിൽ ട്രാക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയായിരിക്കണം? വിൻഡ് അഫക്റ്റ് ചെയ്യാത്ത റീജിയനിൽ വേണം പ്രൊവൈഡ് ചെയ്യാൻ. അതായത് സൺ ഫേസിംഗ് ആയിട്ട് സണ്ണിനോട് ഫേസ് ചെയ്യുന്ന രീതിയിലുള്ള റീജിയനിൽ വേണം എന്താണ് ട്രാക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, then track should cross the road wherever level crossing is there at right angles to the avoid accidents. So the track should cross the road wherever level crossings is there at right angles to the avoid accidents. So ആക്സിഡൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ട്രാക്ക്, അതായത് റോഡിനെ ക്രോസ് ചെയ്യുന്ന രീതിയിലുള്ള ട്രാക്ക് വരുന്നതാണെങ്കിൽ ലെവൽ ക്രോസിംഗ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സോ ട്രാക്ക് ഷുഡ് ബി ക്രോസ് ദ റോഡ് wherever level crossing is there at right angles to avoid the ആക്സിഡൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റോഡിനെ ക്രോസ് ചെയ്യുന്ന രീതിയിലാണ് ട്രാക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താ ലെവൽ ക്രോസിംഗ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ക്ലൈമറ്റിനെ അല്ലെങ്കിൽ ഫ്ലഡിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് കുറച്ച് പോയിന്റ്സും കൂടെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ദ സ്റ്റേഷൻ സൈഡ്സ് ഓൺ ദ ട്രാക്ക് ഷുഡ് ബി സെലക്ടഡ് ഔട്ട്സൈഡ് ദ ടൗൺ ഓർ എ സിറ്റി and should be on a level stretch of ground. So the station site on the track should be selected outside the town or a city. Okay, so station sites on the track, സ്റ്റേഷൻ സൈസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ് സെലക്ടഡ് ഔട്ട്സൈഡ്, സിറ്റിക്ക് ഔട്ട്സൈഡ് അല്ലെങ്കിൽ സിറ്റിയോട് ചേർന്നുള്ള രീതിയിൽ, ടൗൺസിന് അല്ലെങ്കിൽ സിറ്റീസിന് ചേർന്നുള്ള രീതിയിൽ, പക്ഷെ എന്നാൽ അതിന് ഔട്ട്സൈഡ് ആയിട്ടുള്ള റീജിയനിൽ ഒരുപാട് കൺജസ്റ്റഡ് ആവാത്ത രീതിയിൽ വേണം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, then next, track should be passed if possible in the proximity of quarries or villages because of the stones are easily available from quarries for construction and the maintenance and labors is cheaply available from the villages. Okay, track should pass if possible in the proximity of quarries or villages. Okay, so village regionിൽ കൂടെ അല്ലെങ്കിൽ എന്താണ് ക്വാറീസ് ഒക്കെ ഉള്ള ഒരുപാടുള്ള റീജിയൻസിൽ കൂടെ വേണം ട്രാക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് കൺസ്ട്രക്ഷൻ ടൈമിൽ എന്താണ് ഒരുപാട് കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ട്രാൻസ്പോർട്ടേഷൻ, സോ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു കോസ്റ്റ് അതൊക്കെ കുറയ്ക്കാൻ പറ്റും. സോ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും, ക്വാറീസിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ മെറ്റീരിയൽസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള റീജിയൻസ് ഒക്കെ ആയിരിക്കും ക്വാറീസ്. സോ അതിലേക്കൂടെയൊക്കെ ട്രാക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഓക്കെ, സോ അതിൻ്റെ ട്രാവലിംഗ് എക്സ്പെൻസസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ വില്ലേജ് റീജിയൻസിൽ കൂടെയൊക്കെ കണക്ട് ചെയ്തിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള ലേബേഴ്സ് ഒരുപാട് കൂടുതലായിരിക്കും. വില്ലേജ് ഏരിയസിലായിരിക്കും ലേബേഴ്സ് ഒരുപാട് കൂടുതൽ. സോ ടൗൺ ഏരിയാസിൽ കൂടെയൊക്കെ കണക്ട് ചെയ്തിട്ട് ടൗൺ ഏരിയാസിനെ കണക്ട് ചെയ്ത് പ്രൊവൈഡ് ചെയ്യണം ട്രാക്ക്. പക്ഷെ എന്നാൽ അവിടെ നിന്ന് കുറച്ചും കൂടെ ഔട്ട്സൈഡ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കണം. കാരണം എന്താണ് വില്ലേജ് റീജിയൻസിലൊക്കെ ഒക്കെ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ എന്താണ് അവിടെ ലേബേഴ്സ് ഒരുപാട് അവൈലബിൾ ആയിരിക്കും ഈ റെയിൽവേസിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ലേബേഴ്സ് ഒരുപാട് ചീപ്ലി അവൈലബിൾ ആണ്, അതുപോലെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ചീപ്ലി അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് ഒക്കെ നമുക്ക് എന്താണ് ക്വാറീസിൽ കൂടെ അല്ലെങ്കിൽ വില്ലേജസിൽ കൂടെ ഒക്കെ പാസ് ചെയ്യുന്ന രീതിയിൽ അലൈൻമെന്റ് സെറ്റ് ചെയ്യാം. Then for aligning the track, political considerations should be borne in mind, such as foreign countries should be avoided for aligning the track. Otherwise, in peace time, they will charge certain duties and create complications, and in war time, the link would remain cut off, and so the railway lines should be very much away from the boundaries of the country to provide safety during the war. Okay, so ഇതിലെന്താണ് പറയുന്നത്, നമ്മൾ ഈ എന്താണ് ട്രാക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഫോറിൻ കൺട്രീസിനെ ഒക്കെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ട്രാക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവരെന്താണ് പീസ് ടൈമിലാണെങ്കിൽ അവരെന്താണ് ചില ഡ്യൂട്ടീസൊക്കെ ചാർജ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് ചില കോംപ്ലിക്കേഷൻസ് ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. എന്നാൽ വാർ ടൈമിലാണെങ്കിലും ഇതെല്ലാം കട്ട് ഓഫ് ചെയ്യും. ഓക്കെ, സോ ദ റെയിൽവേയുടെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ, സോ ട്രെയിനിന്റെ റെയിൽവേ ട്രാക്കിന്റെ ഓപ്പറേഷൻ ഒക്കെ എന്താണ് കട്ട് ഓഫ് ചെയ്യും. സോ അതിലൂടെ ഒന്നും പാസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും. സോ അന്നേരം എന്താണ് നമുക്ക് അത് കാരണമുള്ള എക്സ്പെൻസസ് ഒക്കെ കുറയും. സോ വാറിന്റെ ടൈമിലൊക്കെ സോ അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെ ആയിട്ടുള്ള ഈ റെയിൽവേസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ട്
ഫോറിൻ കൺട്രീസിനെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലുള്ള ട്രാക്ക്, സോ അതിൽ കൂടെ ഒരുപാട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ട്രാക്ക് പ്രൊവൈഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ ഫോർ അലൈനിങ് ദ ട്രാക്ക് പൊളിറ്റിക്കൽ കൺസിഡറേഷൻ ഷുഡ് ബി ബോൺ ഇൻ മൈൻഡ്, such as foreign countries should be avoided for aligning the track, otherwise in peace time they will charge certain duties and create complications, and in war time the link would remain cut off, and so the railway line should be very much away from the boundaries of the country to provide safety during the war. Okay, so ഇത്രയാണ് ഈ ഒരു പോർഷൻസിൽ മെയിൻ ആയിട്ട്. സോ ഇത്രയാണ് ഈ ഒരു പോർഷൻസിൽ വരുന്നത്. സോ നമ്മൾ ഇതിൽ എന്തൊക്കെയാണ് പഠിച്ചത്? റോൾ ഓഫ് ഇന്ത്യൻ റെയിൽവേ പഠിച്ചു. ദെൻ അതിനുശേഷം നമ്മൾ എന്താണ് പഠിച്ചത്? അർബൻ ട്രാൻസ്പോർട്ടേഷൻ, റെയിൽവേസ് ഫോർ അർബൻ ട്രാൻസ്പോർട്ടേഷൻ. ദെൻ മോഡേൺ ഡെവലപ്മെന്റ് സച്ച് ആസ് LRTs, MRTs, ട്യൂബ് റെയിൽവേസ്, ഹൈ സ്പീഡ് ട്രാക്സ്, ഇതൊക്കെയാണ് ഇതിൽ പഠിച്ചത്. പിന്നെ അലൈൻമെന്റിനെ കുറിച്ച്, ബേസിക് റിക്വയർമെന്റ് ഫോർ എ ഗുഡ് അലൈൻമെന്റ്, ഇതൊക്കെയാണ് ഈ ഒരു പോർഷൻസിൽ പഠിച്ചത്. സോ വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് എ ന്യൂ വീഡിയോ. സോ താങ്ക് യു.